എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 21-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കും. നാളെ റിസർവ് ബാങ്കിൻ്റെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബർ സംവിധാനത്തിലൂടെ കടമെടുപ്പുണ്ടാകും. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് റിസർവ് ബാങ്കിൻ്റെ ഫോർട്ട് ഓഫീസിലൂടെ ഈ കുബീർ സംവിധാനത്തിലൂടെ സംസ്ഥാന സർക്കാരുകൾ കടമെടുക്കാറുള്ളത്. ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ 1800 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക നാളെ കടമെടുത്തേക്കും എന്നുള്ളതാണ് വിവരം. പെൻഷൻ എന്നു മുതൽ വിതരണം ചെയ്യും എന്ന് ഉടനെ പ്രഖ്യാപിക്കും. 24, 25 തീയതികളിലായി ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാനാണ് സാധ്യത. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ തുടരുകയാണ്. 2 മാസത്തിലധികം സമയം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരും വിട്ടുപോകരുത്. മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചാൽ വീടുകളിൽ കയറിയുള്ള പരിശോധന ഉണ്ടാകും. അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും കൂടുതൽ അർഹർക്ക് ഉൾപ്പെടാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വർധനവുണ്ടാകുക. 3000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് UDFൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 3ാമത്തെ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഈ ആഴ്ചയിൽ ആരംഭിക്കാനിരിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കി വരുന്ന 2022 മുതൽ 27 വരെയുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള വികസന ചട്ടക്കൂടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. റോഡുകൾ, കുടിവെള്ളം, ഭവനം, കൃഷി, വിവിധ മേഖലകൾ ഇതിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന വാർഷിക പദ്ധതികളിലൂടെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഫണ്ടുകൾ വിനിയോഗിക്കുന്നത്. ഓരോ വർഷവും നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഗ്രാമസഭകൾ വഴി ജനങ്ങളുടെ ആവശ്യങ്ങളും ഗുണഭോക്തൃ പട്ടികയും തയ്യാറാക്കുന്നതിനാൽ ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിരവധി പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്. വീട് നവീകരണത്തിനും പുതിയ വീടും ലഭിക്കുന്നത് പദ്ധതികളുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയാണ് ഇപ്പോൾ പുതിയ വീട് ലഭിക്കുന്നത് എങ്കിൽ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായവും ലഭിക്കും. ചില സാഹചര്യത്തിൽ നിലവിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണിക്കും നവീകരണത്തിനും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സഹായം ലഭിക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഭവനം ഇല്ലാത്തവർക്ക് വീട് നൽകുക എന്നതാണ്. എങ്കിലും മുമ്പ് ആരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാത്ത വീടുകൾ, താമസയോഗ്യമല്ലാത്ത വീടുകൾ എന്നിവയ്ക്കും മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കി ഈ പദ്ധതിയിൽ പരിഗണന ലഭിക്കുന്നുണ്ട്. വീടിന് ചെറിയ കേടുപാടുകൾ ഉള്ളതുകൊണ്ട് മാത്രം ലൈഫ് മിഷനിൽ നിന്നും തുക ലഭിക്കണം എന്നില്ല. നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിലുള്ള ഭവന പദ്ധതി ഏതൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് മുൻഗണനാ വിഭാഗങ്ങൾക്കാണ്. അതായത് എല്ലാ അപേക്ഷകൾക്കും ഒരേപോലെ സഹായം ലഭിക്കില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പുറമെ ഇനി പറയുന്നവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അതായത് വിധവകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന കുടുംബങ്ങൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗക്കാർ, ഇത്തരം ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതിയും ആവശ്യമായ രേഖകളും ഇനി പറയുന്നവയാണ്. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഭവന നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാർഡ് മെമ്പർ വഴിയോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്നോ അപേക്ഷാ ഫോം കൈപ്പറ്റുക. അതായത് കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെയല്ല പദ്ധതി നടപ്പിലാകുന്നത്. അതായത് തദ്ദേശ സ്ഥാപനമാണ് ഓരോ പദ്ധതിയും ഏതൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തിലും പദ്ധതികളിൽ മാറ്റം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനം, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ സ്ഥലങ്ങളിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായവുമായി ബന്ധമുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ഇടപെട്ടോ അന്വേഷിച്ചതിന് ശേഷം അപേക്ഷാ ഫോം കൈപ്പറ്റുക. അപേക്ഷ നൽകുന്നതോടൊപ്പം ഈ രേഖകൾ കൂടി വേണം. തിരിച്ചറിയൽ കാർഡിൻ്റെ രേഖ, അതായത് ID പ്രൂഫ് ഏതെങ്കിലും,
വരുമാന സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്, ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ മാത്രം, അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന നികുതി രസീറ്റ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന മറ്റേതെങ്കിലും രേഖ, അതോടൊപ്പം അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വീടിൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്നിവയും ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ധനസഹായം ലഭിക്കില്ല. അപേക്ഷ ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തി വീടിൻ്റെ അവസ്ഥയും അർഹതയും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ പല പഞ്ചായത്തുകളിലും ഇതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിനാൽ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറെയോ പഞ്ചായത്തിൽ നേരിട്ടെത്തിയോ ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഗ്രാമസഭകൾ കഴിഞ്ഞിട്ടുണ്ട്. പല പദ്ധതിയുടെ അപേക്ഷകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത്. മിക്കവാറും പദ്ധതിയിലൂടെ മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. നിലവിൽ ഈ മാസം 17-ാം തീയതി വരെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പഞ്ചായത്തിലൂടെയൊക്കെയുള്ള ഇത്തരം പദ്ധതികളിലൂടെ സഹായം ലഭിക്കുന്നതിന് മുൻഗണനാ റേഷൻ കാർഡ് വലിയ ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾ, ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടാത്ത നിലവിൽ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾ ഈ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയും അപേക്ഷ സമർപ്പിക്കുക. ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും അപേക്ഷ നൽകാം. അങ്ങനെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മുൻഗണനാ റേഷൻ കാർഡ് വേഗത്തിൽ ലഭിക്കുന്നതാണ്. സൂര്യഘർ പദ്ധതിയിൽ 78,000 രൂപ സബ്സിഡിക്ക് പുറമെ വൻ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. പക്ഷേ ഈ ഇളവ് ലഭിക്കുക 2026 ഡിസംബർ വരെ മാത്രമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. പുനരുപയോഗ ഊർജ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. ഇറാൻ US യുദ്ധവും ഹോർമോസ് പ്രതിസന്ധിയും കാര്യങ്ങൾ ഇന്ത്യക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ ശാശ്വതമായ ഒരു ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇതിനായി ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായ പുരപ്പുറ സോളാർ പദ്ധതിയിൽ കൂടുതൽ ആകർഷകമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ പുതിയ ഇളവുകളിലൂടെ കേരളത്തിൽ സോളാർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വൻ അവസരമാണ് കൈവന്നിരിക്കുന്നത്. 78,000 രൂപ വരെ സബ്സിഡിക്ക് പിന്നാലെയാണ് ഈ പുതിയ ഇളവ് അനുവദിക്കുക. ഇതുവഴി പാനലുകൾ കുറഞ്ഞ വിലയിൽ തടസ്സമില്ലാതെ ലഭിക്കാൻ വഴിയൊരുങ്ങും എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2026 ഡിസംബർ വരെ നിയന്ത്രിത സമയത്തേക്ക് മാത്രമാണ് ഈ ഇളവ്. വീടുകളിൽ സോളാർ വെക്കുന്നതിനും കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനും ആഗ്രഹിക്കുന്നവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നെറ്റ് മീറ്ററിംഗ് ഓപ്പൺ ആക്സസ് സോളാർ പ്രോജക്റ്റുകൾക്ക് നൽകി വരുന്ന ഒരു പ്രധാന ഇളവ് 2026 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുകയാണ്. പുനരുപയോഗ ഊർജ മന്ത്രാലയം MNRE സോളാർ പദ്ധതിയിൽ ALMM ലിസ്റ്റ് 2 പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ ഉപയോഗിക്കണമെന്ന നിർബന്ധിത വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. 2026 മെയ് 31 അവസാനിച്ച ഇളവുകളാണ് 2026 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നത്. സൂര്യഘർ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും സർക്കാരിൻ്റെ സബ്സിഡിയോടെയോ അല്ലാതെയോ സ്ഥാപിക്കുന്ന ഭൂരിഭാഗം റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകളും നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കിയുള്ള PM സൂര്യഘർ KSCB സൗര പദ്ധതികൾ എല്ലാം നെറ്റ് മീറ്ററിംഗ് അടിസ്ഥാനമാക്കി തന്നെ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം കേരളത്തിലെ ഉപഭോക്താക്കളെ നേരിട്ട് സ്വാധീനിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണം എന്ന നിർദ്ദേശം പലയിടങ്ങളിലും പദ്ധതികൾ മുടങ്ങിക്കിടക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് പുതിയ ഇളവ് പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായിക്കും. എന്താണ് നെറ്റ് മീറ്ററിംഗ് നോക്കുകയാണ് എങ്കിൽ സോളാർ ഉപയോഗിക്കുന്നവർക്ക് പോലും ഇപ്പോഴും വളരെയേറെ സംശയമുള്ള പദമാണ് നെറ്റ് മീറ്ററിംഗ്. വീട്ടിലെ സോളാർ പാനൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് ശേഷം KSCB ഗ്രിഡിലേക്ക് നൽകുന്ന സംവിധാനമാണിത്. രാത്രിയിലോ മഴക്കാലത്തോ സോളാറിൽ നിന്നുള്ള വൈദ്യുതി ലഭ്യമല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് KSCBയിൽ നിന്നും വൈദ്യുതി എടുക്കാം. ഗ്രിഡിലേക്ക് നിങ്ങൾ നൽകിയ വൈദ്യുതിയും നിങ്ങൾ അവിടെ നിന്നും ഉപയോഗിച്ച
വൈദ്യുതിയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയാകും നിങ്ങളുടെ ബില്ല് കണക്കാക്കുക. ഈ രീതിയെയാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനം ജനങ്ങൾക്ക് എങ്ങനെ നേട്ടമാകും എന്ന് നോക്കിയാൽ, ഇന്ത്യയിൽ നിർമ്മിച്ച സോളാർ സെല്ലുകൾ മാത്രം ഉപയോഗിക്കണം എന്ന നിബന്ധന വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ നിർമ്മിത പാനലുകളുടെ കുറഞ്ഞ ലഭ്യത പദ്ധതി വൈകാനും പാനലുകളുടെ വില കുതിക്കുന്നതിനും കാരണമായിരുന്നു. നിലവിലെ ഇളവ് സോളാർ പാനലുകൾ സുലഭമായി ലഭ്യമാക്കും. സോളാർ പാനലുകളുടെ വില കുറയ്ക്കാനും ഇത് സഹായിക്കും. സോളാർ പദ്ധതികൾക്കായി അംഗീകാരം ലഭിച്ചിട്ടും പാനലുകളുടെ ക്ഷാമം കാരണം ഇൻസ്റ്റാളേഷൻ വൈകുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാനും ഇത് കാരണമാകും. സർക്കാർ നൽകി വരുന്ന 78,000 സബ്സിഡിക്ക് പുറമെയാണ് ഇത്തരം നേട്ടങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.